ഹലോ, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണമല്ലോ. ഇന്ന് നല്ല മഴയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു സ്ട്രോങ് ചായ ഇട്ട് കുടിച്ചാലോ എന്ന്. എന്നും കുടിക്കുന്ന ചായ അല്ല കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള മസാല സ്ട്രോങ് ചായ. അപ്പോൾ നിങ്ങളിതൊക്കെ ഇത് ഉണ്ടാക്കി ഇതിന് മുന്നേ നോക്കിയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റിന് ഇന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, ഇഷ്ടമാവുമെന്ന് നോക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും കൂടെ നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചായ വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം കേട്ടോ, വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1/2 ലിറ്റർ പശുവിൻ പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് അതിൻ്റെ നേർ പകുതി വെള്ളം, അതോടൊപ്പം ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു ഗ്രാമ്പു, 3 ഏലക്കായ, കറുകപ്പട്ട ഒരു ചെറിയ കഷ്ണം, അതോടൊപ്പം തന്നെ ഇഞ്ചി കഴുകി വൃത്തിയാക്കിയത് ഒന്ന് ചതച്ചും കൂടെ വെക്കുക. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയും സ്ട്രോങ്ങും ആയിട്ടുള്ളൊരു ടേസ്റ്റി മസാല ചായ ഉണ്ടാക്കിയാലോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബോഡിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ തന്നെയാണ്. അപ്പോൾ എന്നും ഒരുപോലെയുള്ള ചായയല്ലേ കുടിക്കുന്നത്, അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു വെറൈറ്റിയൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ചായയുടെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ചായ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന അത്രയും വെള്ളം, അതായത് പാലിൻ്റെ എത്രയാണോ അതിൻ്റെ നേർപകുതി വെള്ളം നമ്മൾ ഒഴിക്കുക. വെള്ളം ഒന്ന് നന്നായി ചൂടായി വരണം. തിളച്ച് വരുന്ന ടൈമിൽ ലോ ടു മീഡിയം റേഞ്ചിൻ്റെ ഫ്ലെയിം വെച്ചാൽ മതി. ആ ടൈമിൽ നമുക്ക് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ ആ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു. തീ ഫുള്ളായിട്ട് ലോ ആക്കി വയ്ക്കുക. അപ്പോൾ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്രാമ്പു ഒന്നിട്ടാൽ മതി. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചായക്ക് ഒന്ന് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ, ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞാൽ ചായയുടെ ടേസ്റ്റിൽ കയറി വരും ഒത്തിരി. അതിനുശേഷം ഒരു കഴുകി വെച്ചിരുന്ന കറുകപ്പട്ടയുടെ കഷ്ണം. അപ്പോൾ ഇത് 3 ഇൻഗ്രീഡിയൻസ് നമ്മളിട്ടു: ഇഞ്ചി, കറുകപ്പട്ട, ഗ്രാമ്പു. ഇനി 3 കഷ്ണം ഏലയ്ക്ക ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ഇട്ട ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തീ അത്രയും വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ വരുന്ന ടൈമിൽ നമുക്ക് ഇനി ഇടേണ്ടതെന്ന് പറയുന്നത് 2 ടീസ്പൂൺ തേയിലയാണ്. നമ്മൾ ഏത് തേയിലാണോ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ആ തേയില തന്നെ യൂസ് ചെയ്താൽ മതി. 2 ടീസ്പൂൺ തേയില. അപ്പോൾ തേയിലയും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് തിളച്ച് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലോട്ട് ഇറങ്ങി നല്ല രീതിയിൽ വരുമ്പോൾ പാകത്തിനുള്ള മധുരം. അതിപ്പോൾ നമുക്ക് മധുരം കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, മധുരം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ മതി. വിത്തൗട്ടായിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ മധുരം എൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഞാൻ ഇട്ടേക്കുന്നത്. പാകത്തിനുള്ള മധുരം ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളയ്ക്കുക. അത്യാവശ്യം നല്ല തിളച്ച് നല്ലൊരു സ്മെല്ലായിട്ടോ. ഇതൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴുള്ള സ്മെല്ല് സൂപ്പറാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ചായയാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പശുവിൻ പാൽ, ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ്, ആ പശുവിൻ പാലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഏകദേശം ആ പാല് തിളച്ച് വരാനുള്ള ടൈം, അതിപ്പോൾ നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു രീതി വരും. അപ്പോൾ നമ്മൾ തീ കൂട്ടുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം നമുക്കൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചായ റെഡിയായി വരും. അപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആ പാലും അതിൻ്റെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അപ്പോൾ അതിനുള്ള ഒരു ടൈം ഏകദേശം ഒരു 4 മിനിറ്റ് മതിയോ. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരിക. നമുക്ക് ഇനി ചായ അരിച്ച് മാറ്റിയതിന് ശേഷം മധുരം നോക്കാം. കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം കുറച്ചും കൂടെ വേണമെങ്കിൽ അന്നേരം ഇടാം. അപ്പോൾ നമ്മുടെ മസാല ടേസ്റ്റി ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
പാകത്തിനുള്ള കടുപ്പത്തിന്. ഇനി നേരെ അരിച്ചെടുക്കുക, നേരെ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല മണവും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ മസാല ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം കഴിക്കാൻ നമുക്ക് എന്താണോ സ്നാക്സ് ഉള്ളത്, എനിക്കിന്നിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ, നല്ല തണുപ്പത്ത് നല്ല മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന മസാല ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക.